Asylum Learning. It's me, Mufida. അപ്പോൾ മക്കളെ നമ്മളുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ടൈമിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അത് മാത്രമല്ല, നമ്മളൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ താഴേക്ക് വരുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു തരുമോ, ന്യൂമറിക്കൽസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇനി ഞങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് വരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം അല്ലേ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് അറിയില്ല ഇതൊന്നും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട. ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾ നന്നായിട്ട് അറിയുന്നതാണെങ്കിൽ ഓക്കെ, ഭയങ്കര കോൺഫിഡൻസ് കിട്ടൂലേ. അല്ല എന്തൊക്കെയോ കുറച്ച് എവിടേക്കോ കേട്ട പോലെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ എന്തായാലും അവിടെ കിട്ടും. സോ അതുപോലെ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം അല്ലേ. ആതിര, ഓക്കെ, ആതിരയാണ് എന്തോ ചെയ്യുന്നത്. എന്താണ്, ആതിര ടേക്സ് 15 minutes. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. 15 minutes from her house to reach her school on her bicycle. ഓക്കെ, if the bicycle has a സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്, 2 meters per second ആണ് അല്ലേ. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെർ ഹൗസ് ആൻഡ് സ്കൂൾ. അവളുടെ വീടും സ്കൂളും തമ്മിലുള്ള ദൂരമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സ്കൂള്, ഇത് കുട്ടിൻ്റെ വീട്. അപ്പം കുട്ടി എന്താണ്, ഇത്രയാണല്ലേ ഇവിടേക്കുള്ള ദൂരം. കുട്ടി എന്നും എന്താണ്, സൈക്കിളിലാണ് പോകുന്നത് അല്ലേ. സൈക്കിളിൽ എന്ത് ചെയ്യും, ആതിര രാവിലെ എണീറ്റ് എന്ത് ചെയ്യുന്നു, കുളിച്ച് മാറ്റി ഒരുങ്ങി സ്കൂളിലോട്ട് പോകുന്നു. അപ്പം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്താൻ കുട്ടി എടുക്കുന്ന സമയം, ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 15 minutes ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സൈക്കിളിൻ്റെ സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്, സ്പീഡ് എന്ന് പറഞ്ഞ എത്രയാണ്, 2 meters per second. ഈ മീറ്റർ ബൈ സെക്കൻഡ് എന്ന് കണ്ട ആകെ പേടിക്കൊന്നും വേണ്ട. മീറ്റർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പീഡിൻ്റെ യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കുട്ടിയുടെ വീടും ഈ സ്കൂളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദൂരം എത്രയാണെന്നാണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. മക്കൾ ഇപ്പോൾ തന്നെ എല്ലായിടത്തും എഴുതി വെച്ചോ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. എന്താണ്, ഡിസ്റ്റൻസിനെ അതിനെടുത്തിട്ടുള്ള സമയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, ഡിസ്റ്റൻസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ ആ ഇക്വേഷൻ ഉണ്ടാക്കും, വളരെ സിമ്പിളാണ് അല്ലേ. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അയാളെ മാത്രം നിങ്ങൾ അവിടെ നിർത്തുക, ബാക്കിയുള്ള ആൾ അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അവിടെ നമുക്കിപ്പോൾ ആരാ ഉള്ളത്, ഇവിടെ അപ്പോൾ നമുക്ക് വേണ്ടത് ആരെയാണ്, സ്പീഡിനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആരെയാണ്, ഡിസ്റ്റൻസിനെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസിനെ മാത്രം നമ്മൾ അവിടെ നിർത്തിയിട്ട് കൂടെയുള്ള ആൾ ആരാണ്, ടൈമാണ്. ടൈമിനെ അങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വെറുതെ കൊണ്ടുപോയാൽ പറ്റില്ല. ഇവിടെ ഡിവൈഡഡ് ബൈ ടൈം ഉള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പം ഒരു ചേഞ്ച് ഉണ്ടാവും. ഡിവിഷൻ്റെ ഓപ്പോസിറ്റ് ആരാ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം മൾട്ടിപ്ലിക്കേഷൻ വരും കൂടെ. സോ നമ്മൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ദിസ് ഈസ് ദി ഇക്വേഷൻ. എത്ര സിമ്പിളാ അല്ലേ. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്, ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ ടൈം നമുക്ക് തന്നിട്ടുള്ളത് മിനിറ്റിലാണ്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. എങ്ങനെയാ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാൻ നിങ്ങൾക്കറിയോ, എങ്ങനെയാ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റാം, അത് വളരെ സിമ്പിളാണ്. എന്താ ചെയ്താൽ മതി, എങ്ങനെയാ മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റേണ്ടത്, അതാർക്കും ഇവിടെ അറിയാത്തതായിട്ടുണ്ടാവില്ല അല്ലേ. മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 60. നമ്മളെ കയ്യിലുള്ള വാല്യൂവിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ എത്രയാണ് നമ്മുടെ വാല്യൂ, 15 ആണ്. സോ 15 ഇൻറ്റു 60 ചെയ്താൽ മതി അല്ലേ. 15 ഇൻറ്റു 60 ചെയ്താൽ എത്ര കിട്ടും,
അല്ലേ? നമുക്ക് എത്ര കിട്ടും? 900 എന്ന് നമുക്ക് കിട്ടും. 900 സെക്കൻഡ് ആണ്. അപ്പോൾ അത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ടൈം സെക്കൻഡിൽ കിട്ടി. അതുപോലെ തന്നെ സ്പീഡ് ഓൾറെഡി നമുക്ക് എല്ലാ തരത്തിലും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ഇനി എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയായിരുന്നു? 2 ആണ്. ടൈം എത്രയായിരുന്നു? 900. സോ ഇത് ചെയ്താൽ 1800 എന്ന് നമുക്ക് കിട്ടും. അത്ര മാത്രം എഴുതിയാൽ പോരാ, അത്രയും മീറ്റർ ആണെന്ന് കൂടെ നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് ഇട്ടുതരുള്ളൂ കേട്ടോ. സോ ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിൽ നിന്നും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അതിൽ നിന്നും ചിലപ്പോൾ നമ്മൾ ടൈം ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുക, ചിലപ്പോൾ ഇതുപോലെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. എന്ത് ചോദിച്ചാലും ഒറ്റ ഇക്വേഷനിൽ നമുക്ക് കണ്ടെത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് അതിനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്ക് കിട്ടുക. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കും തരുന്നുണ്ട്. ഇത് ഇത്രയും വരെ ഞാൻ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ നോക്കും എത്ര പേർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ഒക്കെ നൽകുക കേട്ടോ. കാരണം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത് നോക്കി. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്തു കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ ക്വസ്റ്റ്യൻ എവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആൻസർ അവിടെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.